ഞാൻ ആൾക്കാർ. പ്രതികരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ കാലം എന്നല്ല, എനിക്കങ്ങനെ എൻ്റെ വീട്ടിൽ അച്ഛനെയോ അല്ലെങ്കിൽ ബ്രദറിനെയോ അല്ലെങ്കിൽ ചേട്ടനെയോ ആരാണെങ്കിലും എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ ആരെങ്കിലും തെറി വിളിച്ച് മലരേന്ന് വിളിക്കുമ്പോൾ ഞാൻ പറയും വീട്ടിൽ അച്ഛനെ വിളിക്കുന്നതായിട്ട് ഇങ്ങോട്ട് വരരുതെന്ന് തന്നെ ഞാൻ പറയും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പി സി ഒ ഡി ഉള്ള ആളാണ്. പി സി ഒ ഡി അറിയാലോ, സ്ട്രെസ്സ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ സിംറ്റം കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ബ്ലീഡിങ് ആയിട്ട് നിൽക്കാതെ ബ്ലീഡിങ് ഉള്ള സമയത്ത് ഞാൻ ഓടിക്കൊണ്ടിരുന്നു നട്ടപ്പൊരിഞ്ഞ വെയിലത്ത്. കാറ് ഒന്നുമില്ല, കാറ് വണ്ടികളുണ്ട് പക്ഷെ ഓടിക്കാൻ ആളില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് എല്ലാം മറന്നിട്ട് ഞാൻ അതിൻ്റെ പിന്നാലെ ആ ഒരു ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പി സി ഒ ഡി ഒന്നും ഒരിക്കലും സ്കാനിങ്ങിന് എല്ലാത്തിനും എൻ്റെ കൂടെ വരുന്ന ആൾ തന്നെയാണ് ചേട്ടൻ. പിന്നെ പറയുകയാണെങ്കിൽ അതിൽ ഒന്ന് രണ്ട് വാക്കുകളുണ്ട്, കരിങ്കോഴികളുമായിട്ട് അങ്ങനെ ഒരു സാധനം. കരിങ്കോഴികളുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം എന്താ വെച്ചാൽ നമ്മുടെ കാലിക്കറ്റിലുണ്ടായിരുന്ന ഒരു സ്ത്രീ 6 മാസമുള്ള കുട്ടീനെ കടലിൽ എറിഞ്ഞിട്ട് കാമുകൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. അവരെ കണ്ടാണോ പഠിക്കേണ്ടത്, അതോ മഞ്ജു വാര്യരെ കണ്ടിട്ടാണോ? അല്ല, പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ട സമയത്ത് പറഞ്ഞ ഈ വീഡിയോ ഞാൻ പല പല ഇന്റർവ്യൂസിലും ചേച്ചി ഈ ഒരു ഡയലോഗ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് പെൺകുട്ടികൾ കുറേ ആൾക്കാർ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. സെയിം പെൺകുട്ടികൾ ചെയ്യുന്ന തെറ്റ് തന്നെയാണ്, നമ്മളത് അംഗീകരിക്കില്ല. പക്ഷെ സെയിം ടൈം ഇതുപോലെ ചെയ്യുന്ന കുറെ ആണുങ്ങളും ഉണ്ട്. പക്ഷെ അമ്മയെ റേപ്പ് ചെയ്ത മോനുണ്ട്. ഉണ്ട്. പക്ഷെ ഞാൻ എല്ലാ സ്ത്രീകളെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ലേ. എപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ 100 ആൾക്കാർ എടുക്കുകയാണെങ്കിൽ ഒരു 30 സ്ത്രീകൾ എന്തായാലും ഇങ്ങനെ ഫ്രോഡുകളായിട്ടുണ്ട്. അത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അനുഭവം മാത്രമല്ല, ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ താഴെ വരുന്ന കമൻസിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. 100 1008% നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്. പിന്നെ ഓരോ ബോയ്സ് ഒക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ചേച്ചി ഞാൻ ഒരു പെൺകുട്ടിയായിട്ട് റിലേഷനിലായിരുന്നു, അവളുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ ഞാനാ നോക്കിക്കൊണ്ടിരുന്നത്, അവസാനം എന്നെ തേച്ചിട്ട് പോയി, ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പം തൊട്ട് മുന്നേ ഒരു ദിവസം ഞാൻ കസബ സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമുണ്ട്. അവിടെ പോയപ്പോൾ ഒരു പയ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പറയാം, ഒരു ഡോക്ടർ ഇവന് നല്ല പണി കൊടുത്തു, ഇവൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു, ഇവൻ ICUവിൽ കിടക്കുന്ന സമയത്ത് ആ പെണ്ണ് ടൂർ പോയിരിക്കുന്നു. പിന്നെ അവളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കണ്ടത്. ഇതൊക്കെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം രണ്ടിലുണ്ട് നല്ലതും ചീത്തതും. ചേച്ചി ഇതുപോലെ തന്നെ പല ഇന്റർവ്യൂസും കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ചേച്ചി ഒരു സ്ത്രീ വിരോധിയാണോ എന്നുള്ളത്. കാര്യം പല ഇന്റർവ്യൂസിലും സ്ത്രീകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ഇതുവരെ എന്നോടായിരുന്നു ഓരോരുത്തർ ചോദിച്ചത്, നിങ്ങൾ സ്ത്രീ വിരോധിയാണോ എന്ന്. ഇത് നേരെ തിരിച്ച് ഇങ്ങോട്ടായ. അല്ല, കൂടുതലും അങ്ങനെ പറയാറുണ്ട് പല ഇന്റർവ്യൂസിലും. സ്ത്രീകള് ഒരു 100 ഒരു 30% സ്ത്രീകളെ വിശ്വസിക്കാൻ പറ്റില്ല, ഇതിലും കൂടുതൽ ആൺകുട്ടികളാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതെന്ന് പറയാറുണ്ട്. അത് ലൈഫിന്റെ എക്സ്പീരിയൻസിന്റെ ബേസിൽ പറയുന്നതാണ്. എനിക്ക് അമ്മ ഉണ്ട്, സിസ്റ്റർ ഉണ്ട്. അവർ എന്താ പറയുക, രണ്ടും ഒരേപോലെ തന്നെ എന്നെ എങ്ങനെ കെയർ ചെയ്ത് കൊടുക്കും. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ സിസ്റ്റർ ഉണ്ടെങ്കിലും ഞാൻ അതിലും ചെറിയ കുട്ടിയാന്ന് വെച്ചാൽ അപ്പം അങ്ങനെ എന്നെ കൊണ്ട് നടക്കുന്ന ആൾക്കാർ അതിൽ കൂടിയാണ് വളർന്നു വന്നത്. അപ്പം എനിക്ക് ഞാൻ എല്ലാവരും ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന ആളാണ്. ആരും കണ്ടു കഴിഞ്ഞാൽ അവരുടെ കാര്യത്തിൽ ഭയങ്കര അങ്ങനെ എനിക്ക് നല്ലോണം പണി കിട്ടിയിട്ടുണ്ട്. നല്ല പണി 8 16ൻ്റെ പണി കിട്ടിയിട്ടുണ്ട്, മനസ്സിലായി. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെറുതെ പറഞ്ഞതല്ല. എന്നുവെച്ചാൽ ആണുങ്ങളുടെ അടുത്ത് പോയി ഏട്ടാ അത് അങ്ങനെയല്ല എങ്ങനെയെന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ചതിക്കില്ല. പക്ഷെ കൂടെ നിന്ന് കൂടെ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് ചതിക്കും. ഇവർ മാത്രമേ ഉള്ളൂ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കാന്ന് കേട്ടിട്ടില്ല. ഇവരത് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പം ഇന്റർവ്യൂസിൽ പലപ്പോഴും പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടാറില്ല. സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പോൾ ഇന്നതാണ് എന്നല്ലാതെ എന്താണ് എന്നുള്ള റീസൺ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സ്പെസിഫിക് എന്തെങ്കിലും റീസണിന്റെ ബേസിലാണ് ഒരുപാട് റീസൺസ്, പക്ഷെ എല്ലാം ഇത് നമുക്ക് ഇങ്ങനെ പറയാൻ അതെ പറ്റില്ലല്ലോ. ഇതില് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് നമ്മുടെ വ്യവസ്ഥിതിയുടെ ഒരു ഭാഗവും കൂടാണ്. നമുക്കതിപ്പോ പറയാൻ പറ്റില്ല. പറഞ്ഞ പക്ഷേ ഞങ്ങൾക്കും ചോദിച്ചത് നിങ്ങൾക്കും ഒക്കെ പക്ഷെ എല്ലാം പ്രശ്നമായിരിക്കും. പറയുന്ന ഒരു ദിവസം വരും. അത് ഉറപ്പാ. പക്ഷെ അന്ന് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് അതല്ല, കൊയ്ത്തായിരിക്കും. അത് ഞാൻ പറയുന്നത് അതല്ല. ഇപ്പോഴും ഞാൻ പറയുന്നത്, എല്ലാവരോടും ഞാൻ പറയുന്നത്, പുരുഷന്മാരെ വിശ്വസിക്കാം കുറച്ച്. അതായത് സ്ത്രീകളെ അത്ര ഡേഞ്ചറസ് അല്ല ആണുങ്ങളെന്ന് ഞാൻ പറയുന്നു. മോശമായിട്ടുള്ള ആൾക്കാരുണ്ട്, മോശമായിട്ട് ഓരോ സിറ്റുവേഷനിൽ എൻ്റെ അടുത്ത് വരെ മോശമായിട്ട് പെരുമാറിയിട്ട്, പക്ഷെ നമുക്കറിയാം അത് എവിടെ നിർത്തണം എന്നുള്ളത് നമുക്ക് അറിയുന്നത് കൊണ്ട് പ്രശ്നം. അങ്ങനെയുള്ള കോഴികളുണ്ട്, അതല്ല അങ്ങനെയല്ല പറയുന്നത്, എല്ലാ ആണുങ്ങളും നല്ലത് എന്നല്ല പറയുന്നത്. പക്ഷേ സ്ത്രീകൾ അത്രയും ഡേഞ്ചറസ് അല്ല എന്നാ എനിക്ക് എൻ്റെ അനുഭവം വെച്ചിട്ട് പറയാം. മേ ബി എനിക്കതിന് ചിലപ്പോൾ ഒപ്പോസ് ചെയ്ത് പറയണമെന്ന് തോന്നുന്നു. എനിക്ക് അതെ, ഞാനൊരു പെണ്ണാണ്, പക്ഷെ എൻ്റെ അനുഭവം ഞാൻ ചേച്ചിന്റെ അനുഭവത്തിൽ പെൺകുട്ടികൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് സെയിം. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ അമ്മമാര് നമ്മൾ പറയല്ലോ, മാതൃത്വം എന്നൊക്കെ നമ്മൾ പറയല്ലോ, എത്ര ആണുങ്ങളുണ്ട് മക്കളെ ഭിത്തി കയറിന് കൊന്നിട്ട് കാമുകിയുടെ കൂടെ പോകുന്ന എത്ര ആണുങ്ങളുണ്ട്. പക്ഷെ സ്ത്രീകൾ അത് ചെയ്യുന്ന എത്ര എണ്ണാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വന്ന് 6 മാസമുള്ള കുട്ടീനെ കൊന്നു. എന്തിനാ? ലെസ്ബിയൻ ആയിട്ടുള്ള ഫ്രണ്ടിന്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. ഇവർക്ക് പോണെങ്കിൽ പോയാൽ പോരെ.
ഭിത്തിക്കെറിഞ്ഞ് കൊല്ലുന്നതിന്റെ ഒരു സൈഡിൽ പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് നമ്മൾ ഉണ്ട്. കാണാറുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, ആണുങ്ങളെല്ലാരും നല്ലതെന്നല്ല. ഇപ്പൊ ഗോവിന്ദചാമി നല്ലതെന്നല്ല, അവനെ കിട്ടിയതിന്റെ കഴുത്തറുത്ത് കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട്. അങ്ങനെയുള്ള ആണുങ്ങളുണ്ട്, അതല്ല എന്നല്ല പറയുന്നത്. പക്ഷേ കൂടുതലും സ്ത്രീകൾ, ആണുങ്ങൾ കുറവാണ്. ഇപ്പൊ 100 എണ്ണം എടുത്താൽ ഒരു 10 എണ്ണം മോശം ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും സിറ്റുവേഷൻ ചിലപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതല്ല, ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് വിശ്വസിച്ച കൂടെ നിന്ന് ചതിക്കുന്നത് അവർ മാത്രം. മറ്റവർ ചിലപ്പോൾ കാണിക്കായിരിക്കും, ഇത് കാണിക്കുക പോലും ഇല്ല. കാണിക്കാതെ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക, നിങ്ങൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിൽക്കുക, ഞാൻ നിങ്ങളെ എല്ലാ കാര്യത്തിലും വിശ്വസിക്കുക. അങ്ങനെ ചതിക്കുന്നത് ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളാണെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഓക്കെ. എൻ്റെ അതുപോലെ ചേട്ടൻ്റെ ഒരു ഒരു ഭയങ്കര സ്ട്രഗിളിങ് ആയിട്ടുള്ളൊരു ജേണി ആയിരുന്നു നമ്മൾ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ഒരു 6.5 മാസക്കാലത്തെ ചേട്ടൻ്റെ ഒരു ലൈഫിനെ കുറിച്ച് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്ട്രഗിളിങ് ആയിരുന്നു. പല പോയിന്റിലും എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. 8 മാസം. 6 ആയിരുന്നില്ല, 8 8 മാസം. പക്ഷെ കൂടുതലും 6 എന്നുള്ള രീതിയിലാണ് നമ്മൾ 8 മാസം, കേട്ടുകൊണ്ടിരുന്നത്. 8 months. ആ ഒരു 8 മാസത്തെ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു ഓവർകം ചെയ്തത്? അതിനെ പറ്റിയൊക്കെ ഒന്നും പറയാതിരിക്കുക. അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ അതിന്റെ ഒരു കഥ സിനിമ കാണുമ്പോഴത്തേക്ക് ഇന്റർവെല് തൊട്ട് കണ്ടിട്ട് കാര്യമില്ല, തുടക്കം തൊട്ട് പറയണം, എങ്കിലേ മനസ്സിലാവുള്ളൂ. എങ്കിലും ജീവിതത്തിൽ ഒരിക്കലും ഒരു നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു നമ്മൾ നോർമലായ സൈക്കോ അല്ലാത്ത ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യം, അതിൻ്റെ പേരിൽ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ ഒന്നിച്ച്, ഞാനിവിടെ പിന്നെ ഗൾഫ് ഷോയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വിളിക്കും, എന്നിട്ടാണ് പോകുക. അപ്പം കൂട്ടുകാരന്മാർ പറയും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവന് കാശ് വേണ്ട, സിമ്മ് മതി എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾ ഒരു ഒറ്റ നൈറ്റിലൊരു സമയത്ത് സ്പ്ലിറ്റായി പോവുക, വേറെ വഴിക്ക് പോവുക. പിന്നെ 8 മാസം കഴിഞ്ഞാണ് കാണുന്നത്. അതിപ്പം ഒരു വാക്കിലൊന്നും ഒതുങ്ങില്ല, അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ കുറെ പേരുടെ സ്ഥാപിത താല്പര്യങ്ങളുടെ പേരിൽ ചെയ്ത ഒരു ക്രൂരത അതിൽ അനുഭവിക്കേണ്ടി വന്നു. ആഹാരവും ഒന്നും പറയണ്ട, വെള്ളം കുടിച്ചും പഴം തിന്നും ജീവിക്കാമെന്നൊക്കെ ഞാൻ പഠിച്ചു ആ 8 മാസം കൊണ്ട്. അങ്ങനെ ഒരുപാട് കാണാം. അതിനേക്കാൾ ഉപരി നമ്മൾ ചെയ്യാത്ത ഒരു കാര്യത്തിന്റെ ആ വേദന നെഞ്ചത്ത് കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും ഇതിനു മുമ്പും പറഞ്ഞാണ്, അത് എല്ലാവരും അനുഭവിക്കുക തന്നെ വേണമെന്ന് ഞാൻ പറയും. സാധാരണ എല്ലാവരും ശത്രുക്കൾക്ക് പോലും വരുത്തല്ലേ എന്നാണ് പറയും. ഞാൻ പറയുന്നത് അത് അനുഭവിക്കുക തന്നെ ചെയ്യണം. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ കിട്ടുന്നതാണ് എന്നുള്ള സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ, ഇവിടെ ഓരോരുത്തർക്ക് ചെറിയ പരീക്ഷയ്ക്ക് 4 മാർക്ക് കുറഞ്ഞതിന് തൂങ്ങിച്ചാകുന്നു അല്ലേ? ഇപ്പോഴത്തെ ഓരോ പ്രശ്നങ്ങൾ, ലിഫ്റ്റിക്ക് കിട്ടാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്തു. അങ്ങനെയുള്ളവരൊക്കെ മനസ്സിലാക്കണം, ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞാൽ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുക. അതുകൊണ്ട് അത് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ ഏറ്റവും വലിയ വേദന എന്തെന്നറിയും, അതോടൊപ്പം അതുവരെ ഉണ്ടായിരുന്ന സന്തോഷത്തിന്റെ വിലയെ അറിയും. അതുവരെ ആ സംഭവം, ദൈവമേ എന്ത് നല്ല ലൈഫായിരുന്നു എന്ന് എനിക്ക് അപ്പോഴാണ് തോന്നിയത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട്, അതിലേക്ക് മാത്രം നോക്കുക, അപ്പോൾ അത് കാണും.